ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, തിരുസഭയുടെ സംരക്ഷകനായ മാർ യോസേപ്പിലേക്കുള്ള ഒരു തീർത്ഥയാത്രയിലാണല്ലോ നമ്മൾ. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ അബ്രാഹത്തിൻ്റെ ബലിയെക്കുറിച്ചുള്ള സുന്ദരമായ ആഖ്യാനം നമ്മൾ കാണും. വിറകുകെട്ടുമായി മോറിയ മലയുടെ ചെരുവിലൂടെ കയറുന്ന പിഞ്ചുബാലൻ ഇസഹാക്കിൻ്റെ ചോദ്യമുണ്ടല്ലോ, അപ്പ വിറകും തീയുമുണ്ടല്ലോ, ബലിക്കുള്ള കുഞ്ഞാടെവിടെ? അബ്രാഹത്തിൻ്റെ മറുപടി ദൈവം തരുമെന്നായിരുന്നു. അയാളുടെ വിശ്വാസം പോലെ തന്നെ ദൈവം അബ്രാഹത്തിന് മുൾപടർപ്പുകളിൽ കൊമ്പുടക്കി കിടക്കുന്ന ഒരു കുഞ്ഞാടിനെ കാണിച്ചു കൊടുത്ത് അതിനെ ബലിയർപ്പിച്ച് തിരികെ ഇറങ്ങുമ്പോൾ അബ്രാഹം മോറിയ എന്ന ആ മലയ്ക്ക് പേരിട്ടത് യാവേ ഈറ എന്നാണ്. അതിൻ്റെ അർത്ഥം ദൈവം പ്രദാനം ചെയ്യും, ദൈവം തരുമെന്ന് തന്നെയാണ്. ദൈവം കരുതും, ദൈവം തരും, ഈ ഒരു ബോധ്യമാണ് ഒരു വിശ്വാസിയെ മുന്നോട്ട് നയിക്കുന്നത്. നമ്മൾ വേദപുസ്തകം വായിക്കുമ്പോൾ ഒരുപക്ഷെ ജീവിതത്തിൻ്റെ അനിശ്ചിതത്വങ്ങളിൽ, നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലാത്ത സാഹചര്യങ്ങളിൽ, അരക്ഷിതാവസ്ഥകളിൽ ദൈവം കരുതുമെന്നും ദൈവം തരുമെന്നുമുള്ള ഈ ഒരു വിശ്വാസ ബലത്തിൽ ജീവിച്ച ഏറ്റവും ദീപ്തമായൊരു വ്യക്തിത്വം മാർ യോസേപ്പിൻ്റെതല്ലാതെ മറ്റാരുടേതാണ്? അയാളുടെ സംഘർഷപൂരിതമായ ഒരു കാലഘട്ടത്തെ മുഴുവനും ഒരുപക്ഷെ മുൻപോട്ട് നയിച്ചത് ഈ ഒരു ആന്തരിക ബലം കൊണ്ടാണ്. യഹോവ കരുതുകയും യഹോവ പ്രദാനം ചെയ്യുകയും ചെയ്യും. ഫ്രാൻസിസ് പാപ്പായുടെ വളരെ സവിശേഷമായ ഭക്തികളിൽ ഒരെണ്ണമാണ് ഉറങ്ങുന്ന യൗസേപ്പ് പിതാവിനോടുള്ള ഭക്തി. 2015 ഫിലിപ്പീൻ സന്ദർശന വേളയിലാണ് ഫ്രാൻസിസ് പാപ്പ തൻ്റെ ഈ സ്വകാര്യ ഭക്തിയെക്കുറിച്ച് ലോകത്തോട് സാക്ഷ്യപ്പെടുത്തുന്നത്. പാപ്പായുടെ വാക്കുകൾ ഇങ്ങനെയാണ്: എനിക്ക് വിശുദ്ധ യൗസേപ്പ് പിതാവിനോട് വളരെ സവിശേഷമായ ഒരു ഭക്തിയുണ്ട്. അവൻ നിശബ്ദതയുടെയും ധൈര്യത്തിൻ്റെയും മനുഷ്യനാണ്. എൻ്റെ മേശപ്പുറത്ത് എപ്പോഴും ഉറങ്ങുന്ന യൗസേപ്പ് പിതാവിൻ്റെ ഒരു രൂപമുണ്ട്. ഉറങ്ങുമ്പോഴും അവൻ തിരുസഭയെ സംരക്ഷിക്കുന്നു. പാപ്പായുടെ വാക്കുകൾ ഇങ്ങനെയാണ്. ലാറ്റിൻ അമേരിക്കയിലും ഫിലിപ്പീൻസിലും ഒക്കെ വളരെ പ്രചാരത്തിലുള്ള ഒരു ഭക്തിയാണ് ഉറങ്ങുന്ന യൗസേപ്പ് പിതാവിനോടുള്ള ഭക്തി. ജോസഫിനെ അത് പഴയ നിയമത്തിലാണെങ്കിലും പുതിയ നിയമത്തിലാണെങ്കിലും സ്വപ്നങ്ങളുടെ മനുഷ്യർ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്നു. വിശുദ്ധ ഗ്രന്ഥം അവതരിപ്പിക്കുന്ന 2 ജോസഫുമാർ, 2 പേരുടെയും ജീവിതവും സ്വപ്നങ്ങളുമായും അഗാധമായൊരു ബന്ധമുണ്ട്. പഴയ നിയമത്തിലെ ജോസഫ് സ്വപ്നങ്ങളെ ആഖ്യാനം ചെയ്യുന്നതിൽ, വിശകലനം ചെയ്യുന്നതിൽ അതിയായൊരു കൃപയുള്ള ആളായിരുന്നെങ്കിൽ, പുതിയ നിയമത്തിലെ ജോസഫ് സ്വപ്നങ്ങളുടെ ആന്തരികാർത്ഥവും അതിൽ ഒളിച്ചേർത്തിരിക്കുന്ന ദൈവത്തിൻ്റെ സ്വരവും ഗ്രഹിക്കാനും മാത്രം, അത് വ്യാഖ്യാനിക്കാനും മാത്രം അപാരമായ ഒരു സിദ്ധിയുള്ള മനുഷ്യനായിരുന്നു. ഉറങ്ങുന്ന യൗസേപ്പിനോടുള്ള ഭക്തിയുടെ ഒരു ലോജിക്ക് എവിടെയാണ്? അയാൾ വെറുതെ ബോധം കെട്ട ഒരു ഉറക്കത്തിലല്ല, ആ ഉറക്കത്തിലും അയാളുടെ ഉള്ളിൽ ഒരു ഉണർവുണ്ട്, ഉള്ളിലൊരു ജാഗ്രതയുണ്ട്. അങ്ങനെ ഒരു ഉണർവ് ഉള്ളിൽ സൂക്ഷിച്ച മനുഷ്യനാണ് നിദ്രയിലെ സ്വപ്നങ്ങളിലും ദൈവത്തിൻ്റെ സ്വരം വെളിപ്പെട്ട് കിട്ടുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ജോസഫിന് 4 തവണ ദൈവിക വെളിപ്പാടുകൾ സ്വപ്നങ്ങളിലൂടെ ലഭിച്ചതായിട്ട് മത്തായിയുടെ സുവിശേഷത്തിൻ്റെ വിവരണത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കും. ആദ്യത്തേത് എല്ലാം ആന്തരിക സംഘർഷങ്ങളുടെ രാത്രിയിലാണ്. വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന വധു ഗർഭിണിയായിരിക്കുന്നു എന്നറിയുന്നത് ഒരു യഹൂദ പുരുഷനെ സംഭവിച്ചത് അങ്ങേയറ്റം അപമാനകരമാവുന്ന കാര്യമാണ്. ഒന്നുകിൽ അവൾ വ്യഭിചാര കുറ്റം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അത് അയാളുടെ തന്നെ ആത്മനിയന്ത്രണമില്ലായ്മയുടെ ഒരു തെളിവായിട്ട് മാറും. ഇങ്ങനെ അങ്ങേയറ്റം അപമാനകരമാവുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ചുള്ള സംഘർഷത്തിൻ്റെ രാത്രിയിലാണ് അയാൾ ഉറങ്ങുമ്പോൾ ആദ്യത്തെ ദൈവിക സ്വരം അയാൾ ശ്രവിക്കുന്നത്. ദാവീദിൻ്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. ഉറക്കത്തിലെ, നിദ്രയിലെ അല്ലെങ്കിൽ സ്വപ്നത്തിലെ ആ ദൈവിക സ്വരത്തെ ദൈവത്തിൻ്റെ സ്വരമായിട്ട് ജോസഫ് തിരിച്ചറിയുന്നത് അയാളുടെ ഉള്ളിൽ ആ നിദ്രയിലും ഒരു ഉണർവ് സൂക്ഷിക്കാൻ പറ്റിയതുകൊണ്ടാണ്. രണ്ടാമത് ജോസഫിൻ്റെ ലഭിക്കുന്ന
സ്വപ്നത്തിലൂടെ ലഭിക്കുന്ന ദൈവിക വെളിപാട്. ശിശുവിനെ ഹെറോദ് എന്ന് പറയുന്ന യഹൂദ ചരിത്രത്തിൽ ഏറ്റവും ക്രൂരനായൊരു ചക്രവർത്തി, അധികാരത്തിൻ്റെയും സിംഹാസനത്തിൻ്റെയും മോഹങ്ങളുടെയും മനുഷ്യനായിരുന്ന ആൾരൂപമായിരുന്ന ഹെറോദ് കൊല്ലാൻ അന്വേഷിക്കുന്നു എന്നുള്ള വാർത്ത അറിയുമ്പോഴാണ് ദൈവത്തിൻ്റെ ദൂതൻ വീണ്ടും സ്വപ്നത്തിൽ ജോസഫിനോട് സംസാരിക്കുന്നത്. ദൈവസ്വരത്തെ, സ്വപ്നങ്ങളിലൂടെ വെളിപ്പെട്ട് കിട്ടിയ സ്വരത്തെ, അത് ദൈവത്തിൻ്റെ സ്വരമായിട്ട് തന്നെ മനസ്സിലാക്കുന്ന ജോസഫ് ഉടൻ നിദ്രയിലുണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു എന്നാണ് സുവിശേഷം രേഖപ്പെടുത്തുന്നത്. അയാൾ ഒരു നീണ്ട പലായനത്തിനിറങ്ങുന്നു. ഈജിപ്തിൽ അഭയാർത്ഥിയെപ്പോലെ ഒരു കാലഘട്ടത്തിൻ്റെ വാസത്തിൽ വീണ്ടും മൂന്നാമത് ജോസഫിന് ദൈവത്തിൻ്റെ സ്വരം കേൾക്കുന്നത് സ്വപ്നത്തിലൂടെ കേൾക്കുകയാണ്. ശിശുവിനെ വധിക്കാൻ അന്വേഷിച്ചിരുന്നവൻ മരിച്ചിരിക്കുന്നു, എഴുന്നേറ്റ് തിരികെ യൂദയായിലേക്ക് പോവുക. ജോസഫ് ദൈവത്തിൻ്റെ സ്വരത്തെ ഹൃദയപൂർവ്വം അനുസരിക്കുന്നു. മറുചോദ്യങ്ങളില്ലാതെ വീണ്ടും അയാൾ മടക്കയാത്രയ്ക്ക് തയ്യാറാവും. തിരികെ ഇസ്രായേലിൻ്റെ അതിർത്തികളിലോളം എത്തുമ്പോൾ വീണ്ടും അയാളൊരു വാർത്ത അറിയുകയാണ്. ഹെറോദിനേക്കാൾ ക്രൂരനായ അർക്കലാവോസ് രാജ്യം ഭരിക്കുന്നു. അപ്പൻ്റെ ക്രൂരതകൾ വീണ്ടും അതിൽ കൂടുതൽ ക്രൂരതകൾ ചെയ്യുന്ന ഒരു മകനെക്കുറിച്ചുള്ള ഭീതി ജോസഫിൻ്റെ ഹൃദയത്തെ മതിച്ച രാത്രിയിലാണ് ദൈവം പറയുന്നത്, നസറത്തിൽ പോയി താമസിക്കുക. വീണ്ടും അപരിചിതമായ ഇടങ്ങളിൽ, പിതൃഭവനത്തിൽ നിന്നും സ്വന്തക്കാരിൽ നിന്നും അകന്ന് അയാൾ ദൈവത്തിൻ്റെ സ്വരത്തിനനുസരിച്ച് നസറത്തിൽ പോയി താമസിക്കുകയാണ്. സ്വപ്നങ്ങളിലൂടെയാണ് ഈ 4 തവണയും ജോസഫിന് അയാൾക്ക് ദുർഗ്രഹമായിരുന്ന കാര്യങ്ങൾ ദൈവം വെളിപ്പെടുത്തി കൊടുക്കും. സ്വപ്നത്തിലൂടെ അയാൾക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളായിരുന്നെങ്കിലും അത് ദൈവത്തിൻ്റെ സ്വരമാണെന്ന് കരുതി പൂർണ്ണ ഹൃദയത്തോടെ മനസ്സിലാക്കാൻ, അനുസരിക്കാൻ ജോസഫിന് കഴിഞ്ഞു. അതുകൊണ്ടാണ് ഫ്രാൻസിസ് പാപ്പ പറയുന്നത്, ഉറങ്ങുമ്പോഴാണ് ജോസഫ് ഏറ്റവും ശക്തനായിരിക്കുന്നത്. കാരണം അയാളുടെ ഉറക്കത്തിലൊക്കെയും അയാൾ ഒരു ഉണർവ് സൂക്ഷിക്കുന്നുണ്ട്, സർവശക്തൻ്റെ സ്വരം കേൾക്കാൻ പറ്റുന്ന ഒരു ഉണർവ് സൂക്ഷിക്കുന്നുണ്ട്. എന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത് യോസേപ്പിതാവിൻ്റെ ഈ ഒരു ഉറക്കമാണ്. എപ്പോഴാണ് നമ്മൾ സ്വപ്നങ്ങൾ കാണുന്നത്? സാധാരണ മനുഷ്യർ കാണുന്ന പകൽക്കിനാവുകളെ മറന്നേക്കൂ. സ്വപ്നങ്ങൾ കാണുന്നതൊക്കെയും രാത്രിയിലല്ലെങ്കിൽ ഉറക്കത്തിലാണ്. ഉറക്കത്തിലാണ് നമ്മൾ സ്വപ്നങ്ങൾ കാണുന്നത്. ജോസഫ് എപ്പോഴാണ് ഉറങ്ങിയത് എന്നറിയുമ്പോഴാണ് എത്രമേൽ ആന്തരിക ബലമുണ്ടായിരുന്നതായിരുന്നു അയാളുടെ വ്യക്തിത്വം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ജോസഫ് ഉറങ്ങിയതൊക്കെയും ജീവിതത്തിലെ ഏറ്റവും ആത്മസംഘർഷങ്ങളുടെ, ഉത്തരമില്ലാത്ത 100 ചോദ്യങ്ങൾ മനസ്സിനെ മഥിക്കുന്ന സമയങ്ങളിലാണ്, രാത്രികളിലാണ്. സാധാരണഗതിയിൽ ഒരു പുരുഷൻ, ഒരു മനുഷ്യൻ ഉറങ്ങാൻ പറ്റാത്ത സംഘർഷങ്ങളുടെ നിമിഷങ്ങളിലാണ് ജോസഫ് ഉറങ്ങിയത്. എങ്ങനെയായിരിക്കും ഒരു മനുഷ്യന് ആത്മസംഘർഷങ്ങളുടെ രാത്രിയിൽ ഉറങ്ങാൻ പറ്റുന്നത്? നമ്മളൊക്കെ ജീവിതത്തിൽ നിസ്സാര പ്രശ്നങ്ങൾ വരുമ്പോൾ, മറ്റുള്ളവർ നമ്മളെ തെറ്റിദ്ധരിക്കുമ്പോൾ, കുത്തുവാക്കുകൾ പറയുമ്പോൾ, നമ്മുടെ നന്മകളെ കണ്ടില്ലാതെ നമ്മളെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുമ്പോൾ ഉറങ്ങാത്ത രാത്രികളിലൂടെ കടന്നുപോയിട്ടുള്ളവരാണ്. ചെറിയൊരു സംഘർഷം പോലും നമുക്ക് ഉറങ്ങാൻ പറ്റാത്ത രാത്രികൾ സമ്മാനിക്കുമെങ്കിൽ, ആത്മസംഘർഷത്തിൻ്റെ പരകോടിയിൽ ഒരു മനുഷ്യൻ സ്വച്ഛമായിട്ട് ഉറങ്ങുകയാണ്. ദൈവത്തിൻ്റെ കരങ്ങളിൽ ശിരസ് വെച്ചെന്നോണം അത്രമേൽ ശാന്തനായിട്ട്. അങ്ങനെ ഒരു ദൈവാശ്രയബോധത്തിലൂടെ കടന്നു പോകുന്ന മനുഷ്യനായതുകൊണ്ടാണ് പ്രതിസന്ധികളുടെ നടുവിലും സർവശക്തൻ്റെ കയ്യിൽ തലവെച്ചുറങ്ങാനും മാത്രം ഒരു ദൈവിക ശരണമുള്ള മനുഷ്യനായിരുന്നുകൊണ്ടാണ് അയാൾക്ക് ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ പറ്റിയത്. നമ്മളൊക്കെ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരു കാലമാണിത്. കോവിഡ് മഹാമാരി നമ്മളിൽ ഒത്തിരി പേരുടെ സ്വപ്നങ്ങളെ തകർത്ത് കളഞ്ഞിട്ടുണ്ട്. ജീവിതം തന്നെ അനേകരുടെ മുമ്പിൽ ഇന്നൊരു വലിയ ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ്. അനേക മേഖലകളിൽ, തൊഴിൽ മേഖലകൾ നിശ്ചലമായപ്പോൾ അവിടെയൊക്കെ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് മനുഷ്യർ പട്ടിണിയിലേക്കും അരക്ഷിതമായ ഒരു ഭാവി കാലത്തിലേക്കും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഉറക്കമില്ലാത്ത രാത്രികളിലൂടെ കടന്നു പോകുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. വിവിധ മേഖലകളിൽ തൊഴിൽ നഷ്ടപ്പെട്ടവർ, അപ്രതീക്ഷിതമായിട്ട് കുടുംബത്തിൻ്റെ നെടുന്തൂണുകളായിട്ട് നിന്ന മനുഷ്യരെ നഷ്ടപ്പെട്ടു പോയവർ, അവർ രോഗികളായി പോയതിൻ്റെ. നമുക്കുറങ്ങാൻ പറ്റാത്ത രാത്രികളിലൂടെ കടന്നു പോകുമ്പോൾ
മനുഷ്യാസ്തിത്വത്തിലെ എല്ലാ അനുഭവങ്ങളിലൂടെയും കടന്നുപോയ ജോസഫ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആത്മസംഘർഷങ്ങളുടെ രാത്രിയിൽ അയാൾ ഉറങ്ങുകയും ആ ഉറക്കത്തിൽ അയാൾക്ക് സ്വപ്നങ്ങളിലൂടെ ദൈവസ്വരം വെളിപ്പെട്ടു കിട്ടുകയും അത് പ്രതിസന്ധികളിൽ നിന്ന് പുറത്തേക്കുള്ളൊരു വാതായനമായിട്ട് അയാൾക്ക് തന്നെ മാറുകയും ചെയ്യുന്നത് എങ്ങനെയെന്ന് സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്നു. ഈ ജോസഫിലേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഫറവോ പറയുന്നത് പോലെ ഉൽപ്പത്തി പുസ്തകം 41:55 നിങ്ങൾ ജോസഫിൻ്റെ അടുത്തേക്ക് പോകുവിൻ, അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ. പ്രതിസന്ധിയുടെ, സംഘർഷങ്ങളുടെ, അനിശ്ചിതത്വങ്ങളുടെ ഈ ഒരു കാലഘട്ടത്തിൽ ജോസഫിനെ പോലെ ദൈവത്തിൽ ശരണം വെച്ച് ശാന്തരായിരിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ ഒരു ശാന്തരായ മനുഷ്യരാകുമ്പോഴാണ് ദൈവത്തിൻ്റെ സ്വരം നമ്മുടെ ജീവിതത്തിലും നമ്മൾക്ക് കേൾക്കാൻ പറ്റുന്നതും ആ ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്നതും. ഉറങ്ങുന്ന യൗസേപ്പ് പിതാവ് നിദ്രയിലും അഗാധമായ അപാരമായൊരു ശക്തിയാലുള്ള ഒരു മനുഷ്യൻ. ഈ ജോസഫിനോട്, ഉറങ്ങുന്ന യൗസേപ്പ് പിതാവിനോട് ഫ്രാൻസിസ് പാപ്പായെ പോലെ അഗാധമായ ഭക്തി പുലർത്തുന്ന ധാരാളം മനുഷ്യർ ഈ കാലഘട്ടങ്ങളുണ്ട്. ഫ്രാൻസിസ് പാപ്പായുടെ മേശപ്പുറത്ത് അദ്ദേഹം തന്നെ സാക്ഷ്യപ്പെടുത്തി, ഉറങ്ങുന്ന യൗസേപ്പ് പിതാവിൻ്റെ ഒരു രൂപമുണ്ട്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ പ്രാർത്ഥനാ നിയോഗങ്ങൾ കുറിപ്പെഴുതി ഞാൻ അവൻ്റെ കാൽക്കൽ സമർപ്പിച്ചിട്ട് അവനെപ്പോലെ സ്വസ്ഥമായിരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇങ്ങനെ യൗസേപ്പ് പിതാവിൻ്റെ, ഉറങ്ങുന്ന യൗസേപ്പ് പിതാവിൻ്റെ രൂപത്തിൻ്റെ മുമ്പിൽ തങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ, സങ്കടങ്ങൾ കണ്ണുനീരിൽ ചാലിച്ച് എഴുതി വെച്ച് അത്ഭുതകരമായ ജോസഫിൻ്റെ മാധ്യസ്ഥ ശക്തിയും ദൈവപരിപാലനയും അനുഭവിച്ചറിഞ്ഞ ചില അത്ഭുത സാക്ഷ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അങ്ങനെയുള്ള ഹൃദ്യമായ ഒരു അനുഭവ സാക്ഷ്യം കൂടി നമുക്ക് കേൾക്കാം. മാർ യോസേപ്പ് പിതാവിലൂടെ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പെരുകുന്ന സംഘർഷങ്ങളുടെ നടുവിൽ സ്വച്ഛരായിരിക്കാൻ ദൈവത്തിൽ ആശ്രയിക്കാൻ. ഇതെൻ്റെ ഭർത്താവ് അഗസ്റ്റിൻ. ഞങ്ങൾ എറണാകുളത്ത് വൈറ്റിലയിലാണ് ഞങ്ങളുടെ വീട്. വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ ഒരനുഗ്രഹം, ഞങ്ങൾക്ക് ലഭിച്ച ഒരനുഗ്രഹം, ഒരത്ഭുതം സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിത് പറയുന്നത്. ഞങ്ങൾ 2008 കാലഘട്ടത്തിൽ 2006-2008 കാലഘട്ടത്തിൽ ഒരു ചേട്ടന് ബിൽഡിംഗ് വർക്കോ ഒരു വർക്കുകളും ഇല്ലാതെയായി. മക്കൾ രണ്ടുപേരും പഠിക്കുന്നു, വീട്ടിലെ ചിലവുകൾ, പിന്നെ ഒരുപാട് വേറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊന്നും വരുമാനം ഇല്ലാതെ ഞങ്ങൾ നട്ടം തിരിയുന്ന സമയത്ത് ഒരു കാറിൻ്റെ ഒരു ഏജൻറ്റ് വന്നോട്ട് ഞങ്ങൾക്കൊരു കാറ് റെൻറ്റിൽ എടുത്തിട്ട്, നിങ്ങൾ റെൻറ്റിൽ കൊടുത്തിട്ട് അതിൻ്റെ വരുമാനം കൊണ്ട് നിങ്ങൾക്ക് ജീവിക്കുകയും ചെയ്യാം, ഫീസ് കൊടുക്കാം, ബാങ്കിലേക്ക് ലോണും അടയ്ക്കണം, ബാങ്കിൽ അടച്ചും പോവാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ മനസ്സോടെയാണ് സമ്മതിച്ചത്. അടയ്ക്കാൻ പറ്റുമോ, എല്ലാം ഇതൊക്കെ പറയുന്നത് സത്യമാണോ എന്നുള്ളത് നോക്കിയിട്ട് പിന്നെ കാർ ഷോറൂമിൽ ഞങ്ങൾ കൊണ്ടുപോയി. കാർ ഷോറൂമിൽ പോയി അഗസ്റ്റിൻ്റെ പേരിലും പിള്ളേരുടെ പേരിലും കാറെടുത്ത് ഒരെണ്ണം എടുത്തപ്പോൾ ഒന്നും ഒരു വരുമാനവും ഇല്ല റെൻറ്റിൽ കൊടുത്തിട്ട്. പിന്നെ 2 എണ്ണം എടുത്ത്, അങ്ങനെ 5 കാറെടുത്ത്. 5 കാറെടുത്തിട്ട് 5ഉം ഈ പറഞ്ഞ വന്ന ഫ്രണ്ട് തന്നെ, ഏജൻറ്റ് തന്നെ കൊണ്ടുപോയി റെൻറ്റേ കൊടുത്തു. റെൻറ്റിന് കൊടുത്തിട്ട് ഞങ്ങൾക്ക് വരുമാനം 18,000 രൂപ വെച്ച് മാസം തന്നുകൊണ്ടിരുന്നു. 3 മാസം അങ്ങനെ തന്നു. 3 മാസം കഴിഞ്ഞപ്പോൾ പിന്നെ തരാണ്ടായി. അപ്പോൾ ഞങ്ങളത് ശ്രദ്ധിച്ചില്ല. അപ്പോൾ പറഞ്ഞ് പൈസയൊന്നും വന്നിട്ടില്ല, അതുകൊണ്ടാണ് അത് തരും, അടുത്ത മാസം തരും, കൊണ്ടുവന്ന് തരും, എല്ലാം കൂടെ ഒന്നിച്ച് തരും എന്ന് പറയും. അങ്ങനെ വീണ്ടും 2-3 മാസം കഴിഞ്ഞപ്പോൾ പിന്നെ ഫോൺ എടുക്കാതെയായി. ആളുകൾ അന്വേഷിച്ച് വന്നപ്പോൾ ആളുകൾ ഇല്ലാണ്ടായി. പിന്നെ അവർ പൈസയും തന്നിട്ടില്ല, കാറും ഇല്ല. അപ്പോൾ ഞങ്ങൾക്ക് കാറ് ഇങ്ങോട്ട് കൊണ്ടുവന്ന് തന്നാൽ മതി, ഞങ്ങൾക്ക് പൈസ വേണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞ്. അപ്പോൾ കാർ എവിടെയോ റെൻറ്റിന് കൊടുത്തേക്കണേണ്, അത് കൊണ്ടുവന്നിട്ട് തരാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ കാറ് തന്നില്ല. പിന്നെ ഫൈനാൻസിൻ്റെ ബാങ്കുകാർ വന്ന് ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരുന്നു. അവരും അവരുടെ സിംഗടികളൊക്കെ വന്ന് ഞങ്ങളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. വീട്ടിൽ താമസിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വന്നപ്പോൾ ഞങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടിയപ്പോഴത്തേക്കും കാറുകാരെയൊക്കെ ബാങ്കിലൊക്കെ ചെന്ന് അന്വേഷിച്ചപ്പോൾ ഞങ്ങൾക്ക് കാറ് തിരിച്ചു തന്നാൽ മതിയെന്ന് പറഞ്ഞു.
ഞങ്ങൾ കാറ് ഇങ്ങനെ തിരിച്ചെങ്ങനെയെങ്കിലും ഫൈനാൻസുകാരെ ഏൽപ്പിച്ച് ആ ഒരു ശല്യം ഒഴിയുമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ കാറ് അന്വേഷിച്ചപ്പോൾ കാറ് കൈമറിഞ്ഞ് പോയി. അപ്പോഴാണ് ഒരു പോലീസുകാരൻ ഇങ്ങനെ വിളിച്ചിട്ട് ആലപ്പുഴയിൽ നിങ്ങളുടെ അഡ്രസ്സ് തന്നിട്ട് നിങ്ങളുടെ ആണെങ്കിൽ കാറെന്ന് ചോദിച്ചപ്പോൾ അതേന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളിവിടെ നേരിട്ട് വരണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ആലപ്പുഴയിൽ ചെന്നപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കിടക്കണേണ് കാറ് പോലീസ് സ്റ്റേഷനിൽ കിടക്കണേണ്, പട്ടണക്കാട് പോലീസ് സ്റ്റേഷനിൽ. അപ്പോൾ അയാൾ SI പറഞ്ഞു, നിങ്ങളുടെ കാറ് ആരുടെ പേരിലാണെന്ന് വെച്ചാൽ ഇത് മകൻ്റെ പേരിലാണ്. ഈ കാറ് കൊണ്ട് വേറെ വല്ലതിനാണ് അവർ പോയിരുന്നെങ്കിൽ നിങ്ങൾ കാറിൻ്റെ ഓണർ തൂങ്ങി വല്ലയിടത്തും കിടക്കേണ്ടി വന്നാനേന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ കാറ് പിടിച്ചിട്ടുണ്ട് അവർ. അപ്പോൾ ഞങ്ങൾ അപേക്ഷ എഴുതി കൊടുത്ത് ഞങ്ങളുടെ കാറാണ്. മോൻ സ്ഥലത്ത് പഠിക്കണമായിരുന്നു, മോൻ ബാംഗ്ലൂർ പഠിക്കണമായിരുന്നു. അപ്പോൾ മോൻ്റെ പേരിലായിരുന്നു കാറ്. അപ്പോൾ മോന് വേണ്ടി ഞങ്ങൾ എഴുതി കൊടുത്ത് കാറ് തിരിച്ചു മേടിച്ചുകൊണ്ട് വന്നു. അപ്പം നോക്കിയപ്പോൾ എന്താ ആ കാറ് 2-3 പേർക്കായിട്ട് പണയം വെച്ചേക്കണേ. 3-ാമത്തെ ആളായിട്ടാണ് അയാളുടെ പൈസ പോയെന്നും പറഞ്ഞ് അയാളും വന്ന് ശല്യം ചെയ്തിട്ടുണ്ട്, ഞങ്ങളുടെ പൈസ തരണം എന്നും പറഞ്ഞിട്ട്. എവിടെ പൈസ ഇങ്ങനെ കൈമറിഞ്ഞ് പോയേക്കാണ്. അപ്പോൾ 1,75,000 രൂപ അയാൾ കൊടുത്തിട്ടാണ് ആ കാറ് മേടിച്ചതെന്ന്. അപ്പോൾ ഞങ്ങളിതൊന്നും അറിയണില്ല. എന്നിട്ട് കാറ് കൊണ്ടുവന്ന് ഞങ്ങൾ വീട്ടിലിട്ട്. അത് കഴിഞ്ഞ് 2ാമത്തെ കാറിന് പോയി. 2ാമത്തെ കാറ് മട്ടാഞ്ചേരിയിൽ. അങ്ങനെ പല സ്ഥലത്തു നിന്നാണ്, തൃശ്ശൂർ, കുന്നംകുളം, അങ്ങനെ പല സ്ഥലത്താണ് കൊടുക്കണം. അതെല്ലാവരും ഇങ്ങനെ 3, 4, 5 കൈമറിഞ്ഞ് പോയേക്കണേണ് ആ കാറുകൾ. പിന്നെ അവസാനം ഞങ്ങൾക്ക് കാറ് കിട്ടണം, അല്ലെങ്കിൽ നിങ്ങൾ പൈസ അടയ്ക്കണം. കാറിൻ്റെ വിലയും ഇത്രയും നാളത്തെ പലിശയും കൂടി ആകുമ്പോൾ കാർ എടുത്തതിൻ്റെ ഇരട്ടി പലിശയായി, ഇരട്ടി രൂപയായി. കുറച്ചേ അടച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടി താങ്ങാൻ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾക്ക് പൈസയില്ല, വരുമാനവും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ കാറ് ഞങ്ങൾ വേഗം എല്ലാ സ്ഥലത്തുനിന്നും പോയി ഞങ്ങൾ സംഘടിപ്പിച്ചെടുത്ത്. അപ്പോൾ കാറ് എടുത്തു കഴിഞ്ഞിട്ട് ബാങ്കുകാരെ വിളിച്ച്, ബാങ്കുകാർക്ക് പക്ഷേ ബാങ്കുകാർ അടച്ചെങ്കിലും പിന്നെ ഇരട്ടി പലിശയും ബാക്കി കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ഒരു 10-12 ലക്ഷം രൂപയോളം പിന്നെ അടയ്ക്കണം എല്ലാ കാറിനും കൂടി. അപ്പോൾ പലിശ ഇത്രയും നാളായില്ലേ, അപ്പോൾ അതുകൊണ്ടാണ് അത്രയും പൈസ വന്നത്. ഒന്നും അടയ്ക്കാതെ ഇരിക്കണല്ലേ. പിന്നെ ഞങ്ങൾ ലോൺ എടുക്കാമെന്ന് വിചാരിച്ചു. ലോൺ എടുത്തിട്ട് ഞങ്ങളുടെ ആധാരം കൊണ്ടുപോയി, ഞങ്ങളുടെ ഭാഗം കിട്ടിയ സ്ഥലം കൊണ്ടുപോയി പണയം വെച്ച്, 9 സെൻറ്റ് സ്ഥലം കൊണ്ടുപോയി പണയം വെച്ചിട്ട് ലോൺ എടുത്ത് ബാങ്കിൽ നിന്ന്. എന്നിട്ട് എല്ലാ ലോണും അടച്ച് ക്ലോസ് ചെയ്ത് അതിൽ നിന്നൊക്കെ റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഇത് അടച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ച്. ഇതിങ്ങനെ 2008 എടുത്തിട്ട് 2010 കഴിഞ്ഞ്, 2012 കഴിഞ്ഞ്, 2013 കഴിഞ്ഞ് കുറച്ച് രൂപ അടച്ച്. ബാക്കി അതാണെങ്കിൽ വെള്ളം പോലെ ഇങ്ങനെ പലിശ കൂടിക്കൊണ്ടേയിരിക്കണേന്ന്. ഇരട്ടിയായി. 10 ലക്ഷം രൂപ എടുത്തിട്ട് കുറേ അടച്ച് 2.5 ലക്ഷം രൂപ അടച്ച് കഴിഞ്ഞിട്ട് ബാക്കി 20 ലക്ഷം രൂപ അടച്ചണം. 20 ലക്ഷം രൂപ അടച്ചില്ലെങ്കിൽ സ്ഥലം ജപ്തി ചെയ്തുകൊണ്ട് പോകും. കാരണം ബാങ്കുകാരെ പറഞ്ഞിട്ട് കാര്യമില്ല, അടയ്ക്കാഞ്ഞിട്ടാണല്ലോ. അപ്പോൾ എങ്ങനെയെങ്കിലും അടയ്ക്കണം. അപ്പോൾ മകനപ്പോൾ ഒരു ജോലി കിട്ടി പുറത്ത്. അപ്പോൾ മകൻ പുറത്തായിരുന്നു. അപ്പോൾ ഞങ്ങൾ അപ്പോൾ ജപ്തി ചെയ്തുകൊണ്ട് പോകും സ്ഥലം, എന്നല്ലെങ്കിൽ അടയ്ക്കണം എന്നറിയാം. എവിടെയെങ്കിലും വല്ല രക്ഷയുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഒരു രക്ഷയില്ല അമ്മച്ചി, സ്ഥലം വിറ്റേക്ക്, അല്ലെങ്കിൽ ബാങ്കുകാർ കൊണ്ടുപോയിക്കോട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ 4 ഇരട്ടി 5 ഇരട്ടി വിലയുള്ള സ്ഥലത്തിനാണ് 20 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാൻ ഞങ്ങൾക്ക് മനസ്സൊന്നുമില്ല. ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥന. അപ്പോൾ ഔസേപിതാവിൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരുന്ന് ഞങ്ങൾ. അപ്പോഴാണ് ഉറങ്ങുന്ന ഔസേപിതാവിൻ്റെ രൂപം ഇങ്ങനെ നെടുമ്പാശ്ശേരിയിൽ, റോമിൽ നിന്നുള്ള രൂപം നെടുമ്പാശ്ശേരിയിൽ വന്നിട്ട് പള്ളിയിലേക്ക് കൊണ്ടുവരുന്ന ദിവസമായിരുന്നു 2016. അത്രയും വർഷം കടന്നുപോയി. അപ്പോൾ ഞങ്ങളും കൂടെ പോയിട്ടുണ്ടായിരുന്നു നെടുമ്പാശ്ശേരിയിൽ. അപ്പോൾ ഈ നെടുമ്പാശ്ശേരിയിൽ അപ്പോൾ ഈ ഔസേപിതാവിൻ്റെ രൂപം കൊണ്ടുവരുമ്പോൾ അച്ഛൻ വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ പോപ്പ് പിതാവ് ഫ്രാൻസിസ് പാപ്പ ഇങ്ങനെ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ, ഫ്രാൻസിസ് പാപ്പയുടെ വിഷമങ്ങൾ വരുമ്പോൾ ചെറിയ തൊട്ടായിട്ട് ആ ഔസേപിതാവിൻ്റെ രൂപത്തിൻ്റെ താഴെ നോട്ട് കുറിച്ച് വയ്ക്കുമെന്ന്, ഇങ്ങനെ കുറിച്ച് വയ്ക്കും. എന്ത് കാര്യമാണ് നടത്തണമെന്ന് വെച്ചാൽ ആ നിയോഗം കുറിച്ച് വയ്ക്കും. അങ്ങനെ ഞങ്ങൾ കേട്ട്. അപ്പോൾ ഞങ്ങൾ നേരം ഒന്നും വിചാരിച്ചില്ല. പക്ഷെ ഞങ്ങൾ രൂപം കൊണ്ടുവന്ന് ഔസേപിതാവിൻ്റെ അവിടെ വെച്ചപ്പോൾ അഗസ്ത്യൻ പറഞ്ഞ്, ഭർത്താവ് പറഞ്ഞ്, നമുക്കൊരു അപേക്ഷ എഴുതിയിടാം, നമ്മുടെ ഈ കടബാധ്യത നീങ്ങാൻ. ഔസേപിതാവ് സ്വപ്നത്തിൽ നമുക്കിത് ചെയ്തു തരും, ഉറപ്പാണെന്ന് പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾ പള്ളിയിൽ നിന്ന് തന്നെ ഒരു അപേക്ഷ, ഇവിടെ നിന്ന് ഒരു പേപ്പർ മേടിച്ച് അപേക്ഷ എഴുതി. ആ രൂപത്തിന് ആദ്യത്തെ അപേക്ഷ പള്ളിയിൽ കൊണ്ടുവന്നിട്ട്, രൂപം കൊണ്ടുവന്നിട്ട് ആദ്യത്തെ അപേക്ഷ ഞങ്ങൾ അതിൻ്റെ താഴെ എടുത്തു വെച്ചിട്ട് പോന്നു. അന്ന് ഇങ്ങനെ അപേക്ഷയൊന്നും ഇങ്ങനെ പെട്ടിയൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ താഴെ വെച്ചിട്ട് ഞങ്ങൾ പോന്ന് ഞങ്ങൾ ഈ കഷ്ടസ്ഥിതിയിലാണ്. പക്ഷെ അത് കണ്ടാലാരും പറയില്ല. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ തീയുമായിട്ടാണ് ഞങ്ങൾ നടന്നിരുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങോട്ട് പോരുകയും ചെയ്തു. പിറ്റേ ദിവസം അപ്പോൾ അന്നും ഞങ്ങൾ വന്നിട്ടും മക്കളെ വിളിച്ച്
വേറെ ആളുകളെയൊക്കെ വിളിച്ച് ഇതിന് പൈസ 20 ലക്ഷം രൂപ വേണം, എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ സ്ഥലം തന്നെ കൊടുക്കുക, എന്നാൽ സ്ഥലം കൊടുക്കാം എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ നേരെ വിളിക്കുന്നതിന് മുമ്പ് വെളുപ്പിന് ആദ്യത്തെ ഫോൺ ചേട്ടന് വന്നേക്കണ്, എത്ര ലക്ഷം രൂപയാണ് അടയ്ക്കാനുള്ളതെന്ന്. മകൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞ് അതെങ്ങനെയെങ്കിലും നമുക്ക് ശരിയാക്കി തരാം, എത്ര ലക്ഷം രൂപയാണ്, ബാങ്കിൽ ചെന്ന് ചോദിക്ക് വല്ല കുറവും കിട്ടുമെന്ന് ചോദിക്കാൻ പറഞ്ഞു 20 ലക്ഷത്തിൽ നിന്ന്. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് അത്ഭുതം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കരഞ്ഞുകൊണ്ട് ഞങ്ങളത് പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ ബാങ്കിൽ പോയി ഔസേപ്പിതാവിന് നന്ദി പറഞ്ഞ്, എന്നിട്ട് ബാങ്കിൽ പോയി ഞങ്ങൾ ചോദിച്ചപ്പോൾ 2.5 ലക്ഷം രൂപ അവർ കുറച്ച് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ 17.5 ലക്ഷം രൂപ അയച്ച് ഒരാഴ്ചയ്ക്കുള്ളിൽ ആ പൈസ ക്ലോസ് ചെയ്ത് ആധാരം റിലീസ് ചെയ്തെടുത്ത്. അത് ഭയങ്കര അത്ഭുതമാണ്. ഞങ്ങൾ അച്ഛനോട് ചെന്ന് പറഞ്ഞ് കൃതജ്ഞത എഴുതിയിട്ട്. ഔസേപ്പിതാവിൻ്റെ ഒരു ഭയങ്കര അത്ഭുതമാണ് ഇത്, ഭയങ്കര ഒരു സാക്ഷ്യം തന്നെയാണ്. അല്ലാതെ പെട്ടെന്ന് ഉറക്കം കഴിഞ്ഞ് എണീക്കണേന് ആ ഉറക്കത്തിൽ നമുക്ക് സാധിച്ചു തരും, ആ ഉറക്കത്തിൽ ഔസേപ്പിതാവ് സ്വപ്നത്തിൽ സാധിച്ചു തരും എന്നുള്ള ഒരു അച്ചിട്ട പോലെയുള്ള സംഭവം നടന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ എനിക്ക് അനുഭവപ്പെട്ടത് ഇപ്പോൾ നമ്മളിവിടെ ഇരിക്കണ പോലെ സത്യമാണ് ഞങ്ങൾ ആ കാര്യം പറഞ്ഞത്. ഞാൻ 90 മുതൽ ഒരു വീട് പണിയണം എന്നുള്ള ആഗ്രഹത്തോടെ നടന്ന് പ്ലാനൊക്കെ വരച്ച് പ്ലാൻ പാസ്സായതുണ്ട്. പക്ഷേ എനിക്ക് വീട് പണിയാൻ പറ്റിയില്ല. അങ്ങനെ ഔസേപ്പിതാവിൻ്റെ ഒരു അത്ഭുതം എനിക്ക് എൻ്റെ കുടുംബത്തിനും ലഭിച്ചു. അത്ഭുത സ്വപ്ന രൂപം വന്ന അന്ന് തന്നെ ഞങ്ങളൊരു എഴുത്തെഴുതിയിട്ടു. ഔസേപ്പിതാവിൻ്റെ ഉറങ്ങണ സ്വപ്ന രൂപത്തിൻ്റെ താഴെ വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ പോന്നു. ഞങ്ങൾക്ക് 20 ലക്ഷം രൂപയുടെ ഒരു കടബാധ്യത മാറിക്കിട്ടാൻ സാധിച്ചു. പിന്നീട് എൻ്റെ 90 മുതൽ വീട് പണിയണമെന്ന് പറഞ്ഞാൽ ആഗ്രഹത്തോടെ നടന്നിട്ട് അത് ഈ ഇടക്ക് ഇന്നിപ്പോൾ 2 മാസം ആയിട്ടുള്ളൂ ആ വീട് പണി കഴിഞ്ഞു. വളരെ ഭംഗിയായിട്ട് ആ വീട് പണിയാൻ എൻ്റെ മകന് സാധിച്ചതിൽ ഔസേപ്പിതാവിൻ്റെ വലിയൊരു അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്ന് ഞങ്ങളെല്ലാവരും വിശ്വസിക്കുകയാണ്. അത് വലിയ സ്വപ്നമായിരുന്നു എൻ്റെ. 90 മുതൽ ആഗ്രഹിച്ച് നടന്നിട്ട് സാധിക്കാത്ത ഒരു കാര്യമാണ് ഔസേപ്പിതാവിൻ്റെ അത്ഭുതത്താൽ ഞങ്ങൾക്ക് സാധിച്ചു കിട്ടിയത്. തൃപ്പൂണിത്തുറ സെൻറ്റ് ജോസഫ് ചർച്ചിലെ ഔസേപ്പിതാവിൻ്റെ ഉറങ്ങുന്ന സ്വപ്ന രൂപത്തിൽ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള നിരവധി അനുഗ്രഹങ്ങൾ 2 കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതിൽ പിന്നെ കൂടാതെ ഞങ്ങൾ എന്ത് കാര്യം ആവശ്യം വന്നാലും ഔസേപ്പിതാവിൻ്റെ സ്വപ്ന രൂപത്തിൻ്റെ അരികിൽ ചെന്ന് പ്രാർത്ഥിക്കും, അത് സാധിച്ചിരിക്കും. ഏത് കാര്യമാണെങ്കിലും ഞങ്ങൾക്ക് സാധിച്ച് കിട്ടിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും എല്ലാ ദിവസവും ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് അവിടെ പോയി പ്രാർത്ഥിച്ചിട്ട് ആ കാര്യങ്ങൾക്ക് വേണ്ടി പോകാറുള്ളൂ. അതെല്ലാം ഞങ്ങൾക്ക് സാധിച്ച് കിട്ടിയ വലിയൊരു അനുഗ്രഹം തന്നെയാണ് ഔസേപ്പിതാവിൻ്റെ. തിരുക്കുടുംബത്തിൻ്റെ സംരക്ഷക ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ.